ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാങ്ങാച്ചാറാണ്. ഞാനൊരു കുഞ്ഞി 3 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് അച്ചാർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണാട്ടോ, കൂടുതലൊന്നും 2 സ്പൂൺ മതി. 3 മാങ്ങയല്ലേ ഉള്ളൂ. വളരെ എളുപ്പത്തിലും വളരെ സ്പീഡിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാട്ടോ. ഇത് അരിയുന്ന സമയവും കടുക് വറുക്കുന്ന സമയവും മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ശരിക്കും ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പും ഇടാം. 2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ശരിക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കുക ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ശകലം തിളച്ച വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം ഒന്ന് ചാറിന് വേണ്ടിയിട്ട് അതിൽ ഒരു അരക്കപ്പ് ഉള്ളോട്ടോ തിളച്ച വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം കേട്ടോ. എത്ര പെട്ടെന്ന് ഈ അച്ചാർ ഉണ്ടാക്കണമെന്നറിയാവോ. നമ്മളൊക്കെ ഉണ്ടാക്കി അന്നേരം തന്നെ കൂട്ടുകയും ചെയ്യാം. ഇത് ഒത്തിരി ദിവസം ഇരിക്കുകയല്ല കേട്ടോ. ഞാൻ പൊടികളെല്ലാം പച്ചക്കല്ലേ ചേർത്തേക്കുന്നത്. ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എടുത്ത് കൂട്ടുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചാൽ മതി. ഞാൻ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണയൊന്നും ചേർക്കണ്ട. ഇച്ചിരി എണ്ണ ചേർത്താലും നല്ലതാണ്, കേടായി പോകത്തേയില്ല. അതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുത്തു. വേണ്ടവർക്ക് ഇതിൽ കായവും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അച്ചാറുപൊടി ചേർത്തതുകൊണ്ട് കായമൊന്നും ചേർത്തില്ല. ഉലുവയൊന്ന് ശരിക്കും മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് 1 കുടം വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കടുക് കൂട്ടി കഴിയുമ്പോഴത്തേനും ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി മുളകും 2 വറ്റൽമുളകുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ച് ഇളക്കിയെടുത്താൽ മാത്രം മതി. എത്ര പെട്ടെന്ന് അച്ചാറാകുന്നതെന്നറിയാമോ. അച്ചാർ എന്നുള്ളൊരു കടമ്പ വളരെ സ്പീഡിൽ കിടക്കാൻ പറ്റുന്ന ഒരു അച്ചാർ. വലിയ താമസമില്ല. മാങ്ങ അരിഞ്ഞ് ഇച്ചിരി മുളക് പൊടി അച്ചാർ പൊടിയും ചേർത്തിളക്കി തീർന്ന് കടുകും വറുത്ത് ചേർത്താൽ നമുക്ക് അന്നേരം തന്നെ കൂട്ടാൻ പറ്റും. പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട. വിനാഗിരിയൊക്കെ വയറിന് ദോഷമാണ്. പിന്നെ നമുക്ക് ചേർക്കാതിരിക്കാൻ പറ്റാത്ത അച്ചാറുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. മാങ്ങയ്ക്കൊന്നും വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കടുകും വറുത്ത് അങ്ങിട്ട് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒഴിക്കാം. ഒത്തിരി കരിയുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒത്തിരി കരിഞ്ഞ് പോകണ്ട. ഒരു ചുമപ്പ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒഴിക്കാം. ഉണ്ട് ഈ ഒരു ഇത് മതി. ഈ ഒരു പരുവം മതി. അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് മാങ്ങ അടുപ്പയിൽ വേവിക്കാനും ഒന്നും വെക്കുകയൊന്നും വേണ്ട. അതിലോട്ട് അങ്ങിട്ട് ഇളക്കി എടുത്താൽ മതി. ഞാൻ മാങ്ങ ചെത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ചെത്തൊന്നും വേണ്ട ഈ ഒരു കറിക്ക്. ഈ ഒരു അച്ചാറിന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല സ്വാദിഷ്ടമായ നല്ല അച്ചാർ കേട്ടോ. എല്ലാവരും ഈ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനുള്ള കമൻറ്റ് വിടണം. നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒത്തുപിടിച്ചാൽ നമുക്കൊന്ന് എവിടെ പോയി എത്തും നോക്കാമല്ലേ. നല്ല അച്ചാറാട്ടോ. ഞാൻ ഗ്യാരണ്ടി പറയുന്നേ.